പയ്യന്നൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി AP ഗംഗാധരനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. എന്തൊക്കെയാണ് വിജയ പ്രതീക്ഷകൾ? ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളം ഭരിക്കാൻ NDA കേരളം ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൽ 100% വിജയം NDA മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ 2 ദിവസമായി ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതുവരെ ഇല്ലാത്ത ഒരു അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഞാൻ കണ്ടു. ഈ 3ാമത്തെ തവണ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കിട്ടാത്ത ഒരു അനുകൂലമായിട്ടുള്ള ഒരു വേവ് ഈ പയ്യന്നൂരിൻ്റെ വിവിധ ഞാൻ രാമന്തള്ളി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചില ഭാഗങ്ങൾ അങ്ങ് ചെറുപുഴ ഭാഗത്തൊക്കെ ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ വോട്ടർമാരെ കാണാൻ വേണ്ടിയും ഒക്കെ നടക്കുകയായിരുന്നു. അതിനകത്ത് എനിക്ക് ഈ 2 മുന്നണിക്കെതിരെയുള്ള ഒരു വികാരം ജനങ്ങളുടെ മുഖത്തു നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ കാണാൻ നമുക്ക് സാധിച്ചു. LDFും അതുപോലെ ex-LDF എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാനൊന്നുമില്ല. കാരണം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഇതുവരെ ഈ പാർട്ടിയെ പയ്യന്നൂർ നയിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ് ഇപ്പോൾ അതിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കും തന്നെ UDF കോൺഗ്രസ് അവർ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പിന്താങ്ങാൻ തീരുമാനിച്ചവിടെ കാണുന്നത്. കാരണം അവർക്ക് കോൺഗ്രസ്സിന് പയ്യന്നൂർ യാതൊരു പ്രതീക്ഷയുമില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനെ പിന്താങ്ങുന്നതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ സംബന്ധിച്ചോളം മധുസൂദനും നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഒരുപോലെയാണ്. അപ്പോൾ BJP ജനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണ കേരളം. അപ്പോൾ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ വികസനമാണ് പയ്യന്നൂർ നടപ്പിലാക്കുക? പുതിയ ബസ് സ്റ്റാൻഡില്ലേ, അത് ബസ് സ്റ്റാൻഡാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാ. റോഡ് അതായത് ടേണിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമില്ലാതെ അങ്ങനെയല്ലേ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്തെങ്കിലും മാറ്റം. ഞാനൊരു 25 വർഷം മുമ്പ് ഇവിടെ വരുന്നു, അതേപോലെയല്ല ഉള്ളത്. ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ്, ബസ് കയറി നിന്ന് ആളുകൾക്ക് കയറാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കാൻ പോലും കഴിയാത്തവരോട് ഞങ്ങൾക്ക് അതൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കും. അതിന് നമുക്കൊരു പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് BJPയുടെ ഇവിടെയുള്ള പ്രവർത്തനം നടക്കുന്നത്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.